Hello students, we will look into some more functions available in the data analysis toolpack of Excel. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് is a histogram function which is used to draw histograms. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഒരു 2-dimensional ഡയഗ്രാം ആണ്. അതായത് സാധാരണഗതിയിൽ നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിഗറാണ് ഹിസ്റ്റോഗ്രാം. Histogram varikkanayittu what we normally do is that we take the class boundaries along the x-axis and the frequency density along the y-axis, and bars are erected from the lower class limit to the upper class limit. ഏകദേശം ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം ഇരിക്കുന്നത്. നോർമലി ക്ലാസ്സസ് തമ്മിൽ ഗ്യാപ്സ് വരാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയത് കാരണം നമുക്ക് ഹിസ്റ്റോഗ്രാമിനുള്ളിലും പൊതുവെ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിലെ ഈ ഒരു ഹിസ്റ്റോഗ്രാം എക്സൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് വരയ്ക്കാൻ വേണ്ടി വാട്ട് യു ഹാവ് ടു ഹാവ് ഇസ് നമ്മളുടെ കയ്യിൽ അതിൻ്റെ ഡേറ്റ ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് ഡേറ്റ സപ്ലൈ ചെയ്യാറില്ല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നോക്കിയ ആ ഒരു റാൻഡം നമ്പർ ജനറേഷൻ മെത്തേഡില്ലേ, അപ്പോൾ പൊതുവേ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ generate a random number of generate maybe 100 random numbers from a normal distribution with mean 10 and standard deviation 2 and hence draw a histogram എന്നായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നത് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം മറ്റേ ക്വസ്റ്റിലേക്ക് വരാം. അപ്പോൾ സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു ഡേറ്റാ സെറ്റ് അവൈലബിൾ ആണ്. ഇതാണ് ഡേറ്റാ സെറ്റ്. ഈ ഡേറ്റാ സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോഗ്രാം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനായിട്ട് നമ്മളുടെ ഫ്രീക്വൻസി ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വി ഹാവ് യൂസ്ഡ് സംതിങ് കോൾഡ് ബിൻസ് അറേ. ബിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകളുടെ അപ്പർ ലിമിറ്റ് ആണ് ബിൻസ്. അപ്പോൾ 10 കൊടുത്താൽ ഫസ്റ്റ് ക്ലാസ് 0 to 10, അടുത്തത് 10 to 20, അടുത്തത് 20 to 30, അങ്ങനെ ക്ലാസ്സസ് വരാൻ വേണ്ടി ഞാനിപ്പോൾ ഏകദേശം നോക്കിയപ്പോൾ ഇതിനകത്തെ മിനിമം വാല്യൂ 7ഉം മാക്സിമം വാല്യൂ ഏകദേശം 96ഉം ആണ്. അതുകൊണ്ട് ഞാൻ ബിൻസ് അറേ ആയിട്ട് 10, 20, 30, 40 അങ്ങനെ 90 വരെ, ഇഫ് യു വാണ്ട് ഐ കൻ ഗിവ് 100 ഓൾസോ, നോ പ്രോബ്ലം. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് വരുന്നത് 0 to 10, 10 to 20, 20 to 30 ആ രീതിയിലാണ്. അപ്പോൾ ഡേറ്റ ഉണ്ടായിരിക്കണം. നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള ഒരു ബിൻസ് അറേയും നമ്മളവിടെ കൊടുക്കണം. എന്നിട്ട് വേണം ഡേറ്റ അനാലിസിസ് ടൂൾ പാക്കിൽ നിന്നും ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് ദ ഡേറ്റ, അതായത് ആ ഡേറ്റ ചൂസ് ചെയ്യണം. സോ ഇവിടെ ഞാൻ 2 റോ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഐ എം ചൂസിങ് ദ ഹോൾ തിങ്. അതിനുശേഷം ബിൻസിൻ്റെ റേഞ്ച് കൊടുക്കണം. ബിൻസിൻ്റെ റേഞ്ച് ഇതാണ്. ബിൻസിൻ്റെ റേഞ്ച് കൊടുത്തു. തൽക്കാലം ലേബിൾസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഐ ഹാവ് ടു ചൂസ് ദി ഔട്ട്പുട്ട് റേഞ്ച്. എനിക്കിഷ്ടമുള്ള എവിടെയാണോ അത് വരയ്ക്കേണ്ടത് ആ സെല്ല് ഞാൻ ചൂസ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെയായിരിക്കും, ദ നത്തിങ് വിൽ ബി സെലക്റ്റഡ്, യു ഹാവ് ടു സെലക്ട് ദ ചാർട്ട് ഔട്ട്പുട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഹിസ്റ്റോഗ്രാം കാണാൻ പറ്റുള്ളൂ. ഓക്കെ, പലപ്പോഴും കുട്ടികൾ എക്സാമിനേഷൻ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്യാൻ മറന്നു എന്നിട്ട് ഹിസ്റ്റോഗ്രാം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കും. സോ യു ഹാവ് ടു ക്ലിക്ക് ദ ചാർട്ട് ഔട്ട്പുട്ട് ആൻഡ് ദെൻ പ്രസ് ഓക്കെ. സോ ദിസ് ഇസ് വാട്ട് യു ഹാവ്. നമുക്ക് 2 കാര്യങ്ങളാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തരുന്നത്. ഒന്ന്, നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ഫ്രീക്വൻസി ടേബിൾ അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പം ഞാനിവിടെ 10 മുതൽ 100 വരെ കൊടുത്തതുകൊണ്ട് 10-നേക്കാട്ടി കുറഞ്ഞ ഒരു ഒബ്സർവേഷനും 90 to 100 5 ഒബ്സർവേഷൻസും, ഈ മോർ എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. 100-നേക്കാട്ടി മേലെ ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് അതിനെ മൈൻഡ് ചെയ്യേണ്ട. ഈ ഡേറ്റ, ഈ കിടക്കുന്ന ഡേറ്റയാണ് ഹിസ്റ്റോഗ്രാമായിട്ടത് വരച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമലി നമ്മൾ ഹിസ്റ്റോഗ്രാംസ് വരയ്ക്കുന്നത് കണ്ടിന്യൂസ് ഡേറ്റയ്ക്കാണ്, അതായത് ക്ലാസ് വൈസ് തിരിച്ച ഡേറ്റയ്ക്കാണ്. അതിനുള്ളിൽ ഇങ്ങനെ ഗ്യാപ്സ് വരാൻ പാടില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ആ ഗ്യാപ്സ് നമ്മൾ മാനുവലി മാറ്റേണ്ടി വരും. അതിനായിട്ട് ഗോ ആൻഡ് ക്ലിക്ക് എനി വൺ ഓഫ് ദ ബാർസ്. ആ ഹിസ്റ്റോഗ്രാം ബാർസിൽ ക്ലിക്ക് ചെയ്യാം. ആക്ച്വലി ഓട്ടോമാറ്റിക്കലി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാറ്റ് ചാർട്ട് ഏരിയ എന്ന് പറഞ്ഞ് വരും. സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം സെലക്റ്റഡ് ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഒരെണ്ണം മാത്രമേ സെലക്റ്റഡ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്ലിക്ക് സംവെയർ ഔട്ട് സൈഡ് ആൻഡ് ഗോ വൺസ് മോർ. ഓക്കെ, എല്ലാ ബാർസും സെലക്റ്റഡ് ആക്കിയ ശേഷം ഈ ഒരു ഓപ്ഷൻ, അതായത് സീരീസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഇത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് ഗ്യാപ്പ് വിഡ്ത്ത് എന്ന ഈ ഒരു ഓപ്ഷനെ മിനിമൈസ് ചെയ്യാം.
ഈ ഗ്യാപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ബാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വേണം എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ബാർ ഷുഡ് ബി കണ്ടിന്യൂസ്. സോ ഈ രീതിയിൽ സെലക്ട് ചെയ്ത് വെക്കുക. ബാക്കി ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഫിൽ കളറൊക്കെ മാറ്റാനുള്ളതാണ്. If you want, you can change the fill color, no problem. You can make it red or green or whatever you want. So ഈ രീതിയിലാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത്. Okay, so you have to give the data as well as the bins array. And output ആയിട്ട് വരുന്നത് ഫ്രീക്വൻസി ടേബിളും വരും, ഹിസ്റ്റോഗ്രാമും വരും. ഹിസ്റ്റോഗ്രാം വരച്ച ശേഷം you have to delete or minimize the space between the bars. ഇനി വേറൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കുട്ടികളുടെ മാർക്ക് ആണെങ്കിൽ ഇവിടെ ബിൻ എന്നാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് അതിനെ മാർക്ക് എന്നാക്കാം. മാർക്കായിരുന്നു നമ്മളുടെ ഡേറ്റ എങ്കിൽ അങ്ങനെയാക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്യാം. So this is your histogram function. This is again one of the important functions. കാരണം പൊതുവെ എക്സാംസിൽ ഇത് ചോദിക്കാറുണ്ട്, to draw a histogram. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അതോടെ ജസ്റ്റ് നോക്കാം. സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്നിരിക്കട്ടെ. എന്താണ്, we can say maybe എങ്ങനെ പറയണം? ഓക്കെ, generate in 10,2.5 generate 100 random variables from n 10,2.5 and hence draw a histogram. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇരിക്കട്ടെ. അപ്പം ഇവിടെ 2 ഫങ്ഷൻസിനെ അവർ ഒന്നിച്ച് ട്രൈ ചെയ്യാനായിട്ട് പറയുകയാണ്. എന്തൊക്കെയാണ്? യു ഹാവ് ടു ഫസ്റ്റ് generate 100 random variables from normal distribution with mean 10 and standard deviation 2.5 and hence draw a histogram. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ജനറേറ്റ് റാൻഡം വേരിയബിൾസ്. റാൻഡം വേരിയബിൾസ് ജനറേറ്റ് ചെയ്യാനായിട്ട് എന്താ, ഡേറ്റ അനാലിസിസിൽ എന്തായിരുന്നു ഫംഗ്ഷൻ? ഇറ്റ് വാസ് ജനറേറ്റ് റാൻഡം നമ്പർ ജനറേഷൻ. ആ ഫംഗ്ഷൻ ചൂസ് ചെയ്തു. നമ്മൾക്ക് വേണ്ടുന്നത് 100 ആണ്. അപ്പോൾ നമുക്ക് 10/10 കൊടുക്കാം. 10 റോസ് കോളംസും 10 റോസും. ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് അല്ല, ഓർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ആക്ച്വലി നോർമൽ. മീൻ്റെ വാല്യൂ തന്നേക്കുന്ന 10 എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ 2.5 ആണ്. റാൻഡം സീഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഔട്ട്പുട്ടിൻ്റെ റേഞ്ച് കൊടുക്കാം. ലെറ്റ് ദ ഔട്ട്പുട്ട് ബി ഹിയർ. സോ അതും കൊടുത്തു, ഓക്കെ കൊടുത്തു. സോ ദിസ് ഈസ് യുവർ റാൻഡം നമ്പേഴ്സ്. ഇനിയും ഈ റാൻഡം നമ്പറിനാണ് നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ബിൻസ് കൊടുക്കണം, അതായത് ക്ലാസിൻ്റെ എൻ പോയിന്റ്സ് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തെ മാക്സിമം മിനിമം വാല്യൂസ് അറിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ക്ലാസ്സസ് എങ്ങനെ വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ ഡേറ്റാ സെറ്റിൻ്റെ മാക്സിമവും മിനിമവും എന്താണെന്ന് നോക്കാം. മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് ഈക്വൽ ടു മാക്സ് എന്ന് കൊടുത്താലും മതി. ഈക്വൽ ടു മാക്സ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇത്രയും ഡേറ്റ അങ്ങ് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതതിൻ്റെ മാക്സിമം തരും. ഓക്കെ, മാക്സ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. നമ്പർ 15 ആണ് മാക്സിമം വാല്യൂ. അതേപോലെ ഈക്വൽ ടു മിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡേറ്റ വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്താൽ മിനിമം വാല്യൂവും കിട്ടും. ബ്രാക്കറ്റ് ക്ലോസ് ആൻഡ് എൻറ്റർ. സോ 1.66 ആണ് മിനിമം. അപ്പം നമുക്ക് വേണമെങ്കിൽ 0 to 2, 2 to 4 എന്ന് കൊടുക്കാം അല്ലേ? അല്ലാതെ അപ്പോൾ ഒത്തിരി കൂടി പോകും. വി ക്യാൻ ഡു വൺ തിങ്, 0 to 4, 4 to 8, 8 to 12 അങ്ങനെ ആയാലോ? അല്ലെ 0 to 3 കൊടുക്കാം. Okay, so we will give the bins as, this is the bins column. So bins le namukku 3, 6, 9, 12, sorry 3, 6, 9, 12, 15 and അടുത്തത് 18. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബിൻസ്. 0 to 3, 3 to 6 പോയോ? 0 to 3, 3 to 6, 6 to 9, 9 to 12, 12 to 15 and 15 to 18. അപ്പോൾ നമുക്കിനി ഈ ഡേറ്റയുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. അതിന് എന്ത് ചെയ്യണം? യു ഹാവ് ടു ഗോ ടു ഡേറ്റ അനാലിസിസ്, ടേക്ക് ഹിസ്റ്റോഗ്രാം. ഡേറ്റയുടെ സ്ഥലത്ത് സെലക്ട് ദ ഗിവൺ ഡേറ്റ. ഏതാണ് ഇതിന് മുന്നേ സെലക്ട് ചെയ്ത് അതായിരിക്കും അവിടെ കിടക്കുന്നത്. അതിനെ കളയിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ജസ്റ്റ് അതിനെ എടുത്ത് സ്ക്രോൾ ചെയ്ത് മാറ്റിയാൽ മതി. സെലക്ട് ചെയ്ത ശേഷം, സോ വി ആർ സെലക്ടിങ് ദ ഡേറ്റ മൊത്തം സെലക്ട് ചെയ്തു. ബിൻസ് റേഞ്ച് മാറ്റണം. ബിൻസ് റേഞ്ച് പഴയതാണ് കിടക്കുന്നത്. സോ തിരിച്ചു വന്നിട്ട് ബിൻസ് റേഞ്ച്, ബിൻ എന്നുള്ള ഹെഡിങ് ഒന്നും എടുക്കണ്ട, ബിൻസ് റേഞ്ച്. ലേബിളൊന്നും നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. അടുത്തത് ഔട്ട്പുട്ട് റേഞ്ചാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സെൽ ഔട്ട്പുട്ടായിട്ട് കൊടുക്കാം. സോ വിൽ കം ഡൗൺ.
So we can have the output somewhere here. Okay, so chart output selected ആണ്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടേബിൾ അവിടെ വന്നു, ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും, അതിനെ അവിടേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. സോ ഏകദേശം നമ്മളുടെ ഗ്രാഫായി, നമ്മുടെ ടേബിളായി. കണ്ടോ, 18 മേലേക്കൊന്നും ഒന്നുമില്ല, അതുകൊണ്ടാണ് മോർ എന്ന് പറഞ്ഞാൽ 0. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്യുമ്പോൾ സാധാരണ റൈറ്റ് സൈഡിൽ ആ ഒരു പ്ലോട്ട് ഏരിയ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ വരും. വന്നില്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ പുറത്ത് പോയിട്ട് തിരിച്ചു വരിക. ഇതിനകത്ത് പോയിട്ട് ഗ്യാപ്പ് വിഡ്ത്തിനെ മിനിമൈസ് ചെയ്യാം. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇത്രയേ ഉള്ളൂ. വിതിൻ 2 minutes you can complete it. So these are the different types of questions that you might face in histogram. Okay, അപ്പോൾ ഇതാണ് ഹിസ്റ്റോഗ്രാം. ഇനിയും നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അനോവ, ഇത് ഇത്രയും വളരെ ഈസി ആയിട്ട് നമുക്ക് ഡേറ്റ അനാലിസിസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെസ്റ്റിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഈ ഡേറ്റയെ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പുറത്തോട്ടൊന്ന് എടുത്ത് പേസ്റ്റ് ചെയ്യാം. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ടി ടെസ്റ്റ് ആണ്. ഓക്കെ, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, എക്സെട്ര. സോ ഐ എം പേസ്റ്റിംഗ് ദ ഡേറ്റ ഹിയർ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ക്യാപിറ്റൽ എക്സ് എന്നും ഇതിന് വൈ എന്നും കൊടുക്കാം. എന്നിട്ട് ഡേറ്റ അനാലിസിസിൽ പോയിട്ട് എന്തൊക്കെ ടെസ്റ്റ് ഉണ്ടെന്ന് നോക്കൂ. എഫ് ടെസ്റ്റ് ഉണ്ട്. ദേ എഫ് ടെസ്റ്റ് ഇസ് ഹിയർ. പിന്നെ താഴേക്ക് വന്നേ, യു ഹാവ് ടി ടെസ്റ്റ്, you have t-test for paired, t-test equal variance, t-test unequal variance, and z-test for two sample means. എപ്പോഴാണ് നമ്മൾ ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ സാമ്പിൾ വാല്യൂസ്, അതായത് ലാർജ് സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. 25 അതിൽ കൂടുതലോ സാമ്പിൾസ് ഓരോന്നിനകത്തും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇസഡ് ടെസ്റ്റ് ഫോർ 2 സാമ്പിൾ ആണ്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന h0 എന്ന് പറയുന്നത് h0 mu1 ഈക്വൽ ടു mu2 ആണ്. ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് എഗൻസ്റ്റ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇതിന് ഈ ഒരു ഹൈപ്പോത്തിസിനെ നമുക്ക് ഇസഡ് ടെസ്റ്റ് കൊണ്ടും ടെസ്റ്റ് ചെയ്യാം, ടി ടെസ്റ്റ് കൊണ്ടും ടെസ്റ്റ് ചെയ്യാം. ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? സിഗ്മ നോൺ ആണ്. ക്വസ്റ്റ്യനകത്ത് സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇസഡ് ടെസ്റ്റ്. അതല്ല, സിഗ്മ തന്നിട്ടില്ല, പക്ഷേ n1 ആൻഡ് n2 ലാർജ് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 ആണെങ്കിലും ഓരോന്നും ഗ്രേറ്റർ ദാൻ ഈക്വൽ 25 ആയിരിക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 സാമ്പിൾ വാല്യൂസ് എക്സും വൈയും ഉണ്ടെങ്കിൽ ഓരോന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 ആയിരിക്കണം. സോ അങ്ങനെ വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് തൽക്കാലം നമ്മുടെ സാമ്പിൾ സൈസ് കുറച്ച് കുറവാണ്, നമുക്കതിനെ കുറച്ചും കൂടി ഒന്ന് കൂട്ടാം. ഇതിനകത്തോട്ട് ഇതിൻ്റെ തന്നെ കുറച്ച് കോപ്പി ചെയ്ത് അങ്ങ് പേസ്റ്റ് ചെയ്യാം. ഏകദേശം 25 ഒക്കെ ആയി കാണും. 49 മുതൽ 81 വരെ, ഇപ്പോൾ 50 മുതൽ. ഓക്കെ, നമുക്ക് ആദ്യം ഇസഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ h0 എന്ന് പറയുന്നത് h0 mu1 ഈക്വൽ ടു mu2 ആണ്. സോ ഐ എം ഗോയിങ് ടു ഡേറ്റ അനാലിസിസ്. h0നെ അക്സെപ്റ്റ് ചെയ്യുന്നോ റിജക്റ്റ് ചെയ്യുന്നോ എന്നതാണ് നമ്മളുടെ മെയിൻ കാര്യം. സോ 2 സാമ്പിൾ ഫോർ മീൻസ് എടുത്തു, ഓക്കെ കൊടുത്തു. സോ യു ആർ ആസ്ക്ഡ് ടു ഗിവ് ദ സാമ്പിൾ വേരിയൻസ് വേരിയബിൾ 1-ൻ്റെ റേഞ്ച്. അപ്പോൾ വേരിയബിൾ 1 എന്ന് പറയുന്നത് എക്സ് ആണ്. ഐ എം ഗിവിങ് ദ റേഞ്ച്. അടുത്തത് വേരിയബിൾ 2 ആണ്, അതിൻ്റെ റേഞ്ച് ഞാൻ ചൂസ് ചെയ്യുക. പിന്നെ ഹൈപ്പത്തൈസ്ഡ് മീൻ ഡിഫറൻസ്. നമ്മൾ ആക്ച്വലി mu1 ഈക്വൽ ടു mu2 എന്ന് പറയുമ്പോൾ mu1 മൈനസ് mu2 ഈക്വൽ ടു 0 എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അവിടെ 0 കൊടുക്കണം. എഗെയിൻ ഇവിടെ വേരിയബിൾ 1-ൻ്റെയും വേരിയബിൾ 2-ൻ്റെയും വേരിയൻസിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലാർജ് സാമ്പിൾ ആണെങ്കിൽ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ യു ഹാവ് ടു ഡു വൺ സ്റ്റെപ്പ്. യു ഹാവ് ടു ഫൈൻഡ് ദ പോപ്പുലേഷൻ വേരിയൻസ് ആൻഡ് ദെൻ ഓൺലി ക്യാൻ യു ഗോ ഫോർ ഇസഡ് ടെസ്റ്റ്. ഇപ്പം നമ്മളുടെ ഈ കേസിൽ n1-ഉം n2-ഉം ഓരോന്നും ഗ്രേറ്റർ ദാൻ 25 ആണ്. അപ്പം നമുക്ക് ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ സിഗ്മ 1-ൻ്റെയും സിഗ്മ 2-യുടെയും വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കമ്പ്യൂട്ടർ സ്വയം കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പം നമുക്ക് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വാർപി എന്നൊരു പിന്നെ എന്താ പറയുക ഫംഗ്ഷൻ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ വാല്യൂസ് വേരിയൻസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ വാർ എസ് ആയാലും മതി. കാരണം ഈ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്?
സാമ്പിൾ ലാർജ് സാമ്പിൾ ആണെങ്കിൽ സാമ്പിൾ വേരിയൻസ് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാറസ് കണ്ടുപിടിച്ചാൽ മതി. സോ ആദ്യം നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ചിട്ട് എഗെയിൻ ഈ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ മോർ ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ, അതിനകത്ത് പോയിട്ട് വേരിയൻസിൻ്റെ പാർട്ടിൽ വരും. വി ഹാവ് വാറസ്, വാർഡോട്ടസ്. അപ്പോൾ അത് ചൂസ് ചെയ്തു. നമ്പർ 1 ഫസ്റ്റ് സെറ്റിൻ്റെ ഇവിടെ എന്തോ സോറി, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിന്ന സ്ഥലം തെറ്റിപ്പോയി. വി ക്യാൻ ക്ലിക്ക് സംവെയർ ഔട്ട്സൈഡ് ആൻഡ് ദെൻ വൺസ് മോർ ടേക്ക് ഇറ്റ്. സോ റീസെൻ്റ്ലി യൂസ്ഡ് വാറസിൽ പോയിട്ട് ഐ എം സെലക്ടിങ് ദ ഫസ്റ്റ് ഡേറ്റ സെറ്റ്. 1 സെക്കൻഡ്. സോ ദിസ് ഈസ് മൈ ഒന്നിച്ച് കൊടുത്ത് ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് തരും കേട്ടോ. ഫസ്റ്റ് ഡേറ്റ സെറ്റ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്പർ 2 സെക്കൻഡ് ഡേറ്റ സെറ്റ് ഞാൻ ചൂസ് ചെയ്യാണ്. അത് അടുത്ത സെക്കൻഡ് ആൻസറായിട്ടേ വരുള്ളൂ. അതും കൊടുത്തു. അല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ടാണോ വരുന്നത്? ലെറ്റ് മീ ചെക്ക്. സിംഗിൾ വാല്യൂ മാത്രമേ വരുള്ളൂ. ഓക്കെ, ദിസ് റോങ്. യു കാൺ ഗിവ് ഇറ്റ് ടുഗെദർ. സോ ഐ എം അഗെയിൻ ഗോയിങ് ഫോർ വാറസ്. ഫസ്റ്റ് ഡേറ്റ സെറ്റ് ചൂസ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഡേറ്റ സെറ്റിൽ ചൂസ് ചെയ്തു. വി ഹാവ് ദ വേരിയൻസ്. ഓക്കെ കൊടുത്തു. സോ ഇതാണ് സിഗ്മ 1. ഓക്കെ, ഇനി അതേപോലെ സിഗ്മ 2 എന്താ? സിഗ്മ 1 അല്ലെങ്കിൽ S1. സിഗ്മ 2 എന്ന് പറയുന്നത് സെയിം ഫംഗ്ഷൻ ഉപയോഗിച്ച് സെക്കൻഡ് ഡേറ്റ സെറ്റിനുള്ള വേരിയൻസ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡേറ്റ സെറ്റ് ഇതായിരുന്നു, സെക്കൻഡ് പോപ്പുലേഷൻ, അതിന് എഴുന്നെടുത്ത സാമ്പിൾ. അതും ഓക്കെ കൊടുത്തു. സോ ഇതാണ് 2 സാമ്പിൾ വേരിയൻസസ്. അപ്പം നമ്മൾ ഹ്യൂജ് സാമ്പിൾസ് ആയതുകൊണ്ട് സിഗ്മ 1 ഈക്വൽ ടു S1, സിഗ്മ 2 ഈക്വൽ ടു S2 എന്ന രീതിയിലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഇനി എന്ത് ചെയ്യണം? യു ഹാവ് ടു ഗോ ടു ഡേറ്റ അനാലിസിസ്, ഗോ ടു ഇസഡ് ടെസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് വേരിയബിൾ റേഞ്ച് ചൂസ് ചെയ്യണം. സോ ഫസ്റ്റ് വേരിയബിൾ റേഞ്ച് ചൂസ് ചെയ്തു. സെക്കൻഡ് വേരിയബിൾ റേഞ്ച് ചൂസ് ചെയ്തു. ഹൈപ്പോത്തൈസ് മീൻ ഡിഫറൻസ് 0 ആണ്. വേരിയബിൾ 1ൻ്റെ വേരിയൻസ് എത്രയായിരുന്നു? 799.41. 405നെ നമുക്ക് 41 എന്ന് കൊടുക്കാം. രണ്ടാമത്തേത് 872.55 അത് കൊടുത്തു. ലേബിൾസ് ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. ആൽഫയുടെ വാല്യൂ സിഗ്നിഫിക്കൻസ് ലെവൽ 0.05 ആണ്. ഔട്ട്പുട്ട് റേഞ്ച് ചൂസ് ചെയ്തു. പോയി ക്ലിക്ക് ചെയ്തു. എവിടെയാണ് ഔട്ട്പുട്ട് വരേണ്ടതെന്നുള്ള സെല്ലും കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, 2 സെറ്റ് ഓഫ് വേരിയബിൾസ്, വേരിയബിൾ 1ഉം വേരിയബിൾ 2ഉം, ഫസ്റ്റിൻ്റെ മീൻ, സെക്കൻഡിൻ്റെ മീൻ, എക്സെട്ര. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഐ ജസ്റ്റ് എൻലാർജ് ഇറ്റ് സോ ദാറ്റ് യു ക്യാൻ റീഡ് ഇറ്റ്. നമ്മൾക്ക് ആവശ്യമുള്ള വാല്യൂസ് ഇത് രണ്ടുമാണ്. ഒന്നിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓരോന്നും എന്താ നോക്കൂ. വൺ ഇസ് ദ പി വാല്യൂ, വൺ ടെയിൽഡ് പി വാല്യൂ, ആൻഡ് ദ അതർ ഇസ് ദ 2 ടെയിൽഡ് പി വാല്യൂ. അതായത് നമ്മളുടെ H0 എന്ന് പറയുന്നത് μ1 ഈക്വൽ ടു μ2 ആയിരുന്നു. ഇനി സപ്പോസ് അവർ H1 വാസ് μ1 ലെസ് ദാൻ μ2 ഓർ μ1 ഗ്രേറ്റർ ദാൻ μ2, നമ്മൾ ഏത് പി വാല്യൂ ആണ് നോക്കേണ്ടത്? 1 ടെയിൽഡ് പി വാല്യൂ. ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, ഇതാണ് 1 ടെയിൽഡ് പി വാല്യൂ. പി വാല്യൂ ഉപയോഗിച്ച് എങ്ങനെയാണ് ഹൈപ്പോത്തസിനെ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ചെയ്യുന്നത്? ഇഫ് യുവർ പി വാല്യൂ ഈസ് ലെസ് ദാൻ ആൽഫ, H0 is rejected. Okay, and if your p value is greater than alpha, H0 is accepted. അപ്പോൾ അതനുസരിച്ച് 1 tailed ആണ് നിങ്ങളുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിലെങ്കിൽ ഈ പി വാല്യൂ നോക്കണം. 2 tailed ആണ് നിങ്ങളുടെ ഓൾട്ടർനേറ്റ് എങ്കിൽ ഏതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിലെ 2 tailed? μ1 നോട്ട് ഈക്വൽ ടു μ2. ഇതാണെങ്കിൽ യു ഹാവ് ടു ലുക്ക് അറ്റ് ദിസ് വൺ. ഇതിൻ്റെ വാല്യൂ ആണ് ആൽഫയായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ ഈ 2 വാല്യൂസും 0.05 വളരെ ലാർജ് ആയത് കാരണം യുവർ H0 ഇസ് അക്സെപ്റ്റഡ്. അതായത് μ1 ഇസ് ഈക്വൽ ടു μ2. ഈ രീതിയിലാണ് ഇസഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് സാമ്പിൾസ് ഒത്തിരി കൂടുതലാണെങ്കിൽ സിഗ്മ 1 സിഗ്മ 2 തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇസഡ് ടെസ്റ്റ് ആണ്. ഇനി സിഗ്മ 1 സിഗ്മ 2 തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ദ സാമ്പിൾ വേരിയൻസസ് ആൻഡ് ഇക്വേറ്റ് ഇറ്റ് ടു സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആൻഡ് കണ്ടക്ട് ദ ടെസ്റ്റ്. സോ ദിസ് ഈസ് യുവർ ഇസഡ് ടെസ്റ്റ്. ഇനിയും നമുക്കൊരു കാര്യം ചെയ്യാം. ആ സെയിം ഡേറ്റയുടെ പകുതി എടുത്ത് നമുക്ക് ടി ടെസ്റ്റ് കൂടെ നോക്കാം. അതുകൂടെ വെച്ചിട്ട് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേയ്സ് ലെസൺസ്. ഓക്കെ,
സോ ഐ എം ടേക്കിംഗ് ദ സെയിം ഡേറ്റ, അതിൽ നിന്ന് കുറച്ച് ഭാഗം, കാരണം ഫുൾ ഡേറ്റ വേണ്ട. ടി ടെസ്റ്റ് സ്മോൾ സാമ്പിളിൻ്റെ കേസിലാണ് നമ്മൾ ടി ടെസ്റ്റിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടി ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, ഇസഡ് ടെസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. സോ ഐ എം ഗോയിങ് ഫോർ ടി ടെസ്റ്റ്. നമുക്ക് 2 XY വാല്യൂസ് ഉണ്ട്, കുറച്ച് ഒബ്സർവേഷൻസേ ഉള്ളൂ. എഗെയിൻ ഇതൊന്നും ഈക്വൽ ആണെന്നില്ല കേട്ടോ. സപ്പോസ് അസ്യൂം ദാറ്റ് ദ സെക്കൻഡ് വൺ ഇസ് എ ബിറ്റ് മോർ ലോങ്ങർ. ഇതാണ് സെക്കൻഡ് ഡേറ്റ. ആദ്യത്തേത് കുറവാണ്, രണ്ടാമത്തേത് അല്പം കൂടുതലാണ്. അപ്പം നമുക്ക് ടി ടെസ്റ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ടി ടെസ്റ്റിൽ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? പെയർഡ്, ഈക്വൽ വേരിയൻസ്, അൺഈക്വൽ വേരിയൻസ്. അപ്പം ഇവിടെ ഡേറ്റ സെറ്റ് പെയർഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരേ പോപ്പുലേഷനിൽ നിന്ന് തന്നെ പോപ്പുലേഷന് 2 ഇൻസ്റ്റൻസസ് ആയിട്ട് ഡേറ്റ വരുമ്പോഴാണ് പെയർഡ്, അതായത് കോറിലേറ്റഡ് ഡേറ്റയ്ക്കാണ് പെയർഡ് വരുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേയും പിന്നെയും ഉള്ള എക്സാംസ്, നമ്മൾ ഒത്തിരിയും എക്സാമ്പിൾസ് ഇതിന് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഇതിപ്പോൾ ഈ ഡേറ്റ കണ്ടാൽ തന്നെ അറിയാം പെയർഡിന് ഒരിക്കലും N1 N2 വേറെ വേറെ വരില്ല. കാരണം ഒരേ സെറ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഒരേ സെറ്റ് ഓഫ് പിന്നെ എന്താ പറയുക സാമ്പിൾ യൂണിറ്റ്സിൽ നിന്ന് എടുത്ത വാല്യൂസ് ആയിരിക്കും മിക്കപ്പോഴും അത്. സോ N1 ഈക്വൽ ടു N2 തന്നെയായിരിക്കും പെയർഡിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ 2 സാമ്പിളിൻ്റെയും സൈസസ് വ്യത്യാസമായ സ്ഥിതിക്ക് എന്തായാലും പെയർഡ് ടി ടെസ്റ്റ് അല്ല. പിന്നെ ഏതൊക്കെയാണ് വരാൻ ചാൻസ്? ഈക്വൽ വേരിയൻസസ് ആകാം, അൺഈക്വൽ വേരിയൻസസ് ആകാം. ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ ദ ബെസ്റ്റ് തിങ് ഈസ് ടു ചെക്ക് വെദർ ദ വേരിയൻസസ് ആർ ദ സെയിം. അതായത് നമുക്ക് യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്യേണ്ടത് H0 μ1 ഈക്വൽ ടു μ2 എന്ന ഹൈപ്പോത്തസ് ആണ്. പക്ഷേ ടി ടെസ്റ്റിന് 2 ഓപ്ഷൻ ഉണ്ട്, ഈക്വൽ വേരിയൻസും അൺഈക്വൽ വേരിയൻസും. ഇതിലേതാണ് നമ്മളുടെ കേസിൽ ആപ്റ്റ് ആയിട്ടുള്ളത് എന്നറിയണമെങ്കിൽ നമ്മളുടെ ഈ ഡേറ്റ സെറ്റിൻ്റെ വേരിയൻസസ് ഈക്വൽ ആണോ അല്ലയോ എന്നറിയണം. ഓക്കെ, അതായത് σ1 ഈക്വൽ ടു σ2 ആണോ അല്ലയോ. എങ്ങനെയാണ് σ1 ഈക്വൽ ടു σ2 ആണോ അല്ലയോ എന്നറിയുന്നത്? അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് H0 σ1 ഈക്വൽ ടു σ2 എന്ന ടെസ്റ്റ് ഏത് ടെസ്റ്റാണ്? വാട്ട് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് യൂസ്ഡ്? ഇറ്റ് ഈസ് ആക്ച്വലി ദി എഫ് ടെസ്റ്റ് അല്ലേ? എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുള്ള ടെസ്റ്റാണ്. അപ്പോൾ പെയർഡ് അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ പിന്നെ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് വെദർ യുവർ വേരിയൻസസ് ആർ ഈക്വൽ ഓർ നോട്ട്. അതിനായിട്ട് ആദ്യം ഡേറ്റ അനാലിസിസിൽ പോയിട്ട് എഫ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എഫ് ടെസ്റ്റ് ഫോർ 2 സാമ്പിൾ ഫോർ വേരിയൻസസ്. എന്ത് ചെയ്യണം? യു ഹാവ് ടു, ഇത് ഒരിക്കൽ ട്രൈ ചെയ്തതുകൊണ്ടാണ് ഓൾറെഡി ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് വന്നേക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ ഫീൽഡ്സും എം ടി ആയിരിക്കും. സോ വിൽ ഗോ ബാക്ക് ടു വെയർ വി വെയർ. കുറച്ച് താഴെ എവിടെയോ ആയിരുന്നു. ഓക്കെ, വി വെയർ സമയം ഹിയർ. ഓക്കെ, സോ നൗ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ചെക്ക് വെദർ H0 σ1 ഈക്വൽ ടു σ2. അതിനായിട്ട് ഒന്നാമത്തെ ഡേറ്റ സെറ്റ് സെലക്ട് ചെയ്തു. രണ്ടാമത്തേതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഐ എം സെലക്ടിങ് ഇറ്റ്. പിന്നെ ലേബിൾസ് ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. ആൽഫ 0.05 ആണ്. ഔട്ട്പുട്ട് റേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് റേഞ്ച് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ സോ σ1 ഈക്വൽ ടു σ2 ആണോ അല്ലയോ എന്ന ടെസ്റ്റാണിത്. ഇവിടെ നമുക്ക് ഒരേ ഒരു σ1 ഈക്വൽ ടു σ2 എന്ന H0ഉം σ1 നോട്ട് ഈക്വൽ ടു σ2 എന്ന H1ഉം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരേ ഒരു പി വാല്യൂ മാത്രമേ കാണുള്ളൂ. ഒരേ ഒരു പി വാല്യൂ, 1 tailed ആ പി വാല്യൂ ആണ് ഇത്. അപ്പോൾ പി വാല്യൂ ഇവിടെ എന്താണ്? ഈ കേസിൽ പി വാല്യൂ ഇസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ആൽഫ. സോ H0 ഇസ് അക്സെപ്റ്റഡ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ കേസിൽ σ1 ഈക്വൽ ടു σ2 എന്ന H0നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഏതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ? ടി ടെസ്റ്റിൽ ഈക്വൽ വേരിയൻസ് എന്നാണോ അൺഈക്വൽ വേരിയൻസ് എന്നാണോ അർത്ഥം? σ1 ഈക്വൽ ടു σ2 എന്ന് പറഞ്ഞാൽ ഈക്വൽ വേരിയൻസ് ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു. എന്നിട്ട് വേണം നമ്മൾ ടി ടെസ്റ്റിലേക്ക് പോവാൻ. ഇനി നമുക്ക് നമ്മളുടെ ഒറിജിനൽ ഉദ്ദേശം എന്തായിരുന്നു? H0 μ1 ഈക്വൽ ടു μ2 ചെയ്യലായിരുന്നു നമ്മുടെ ഒറിജിനൽ ഉദ്ദേശം അല്ലേ? അപ്പം നമുക്ക് വി ക്യാൻ ഡയറക്ട്ലി ഗോ ആൻഡ് ചെക്ക് അവർ μ1 ഈക്വൽ ടു μ2 H0. ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു നൗ ഗോ ഫോർ ടി ടെസ്റ്റ്. പോയിട്ട് ടി ടെസ്റ്റ് വിത്ത് ഈക്വൽ വേരിയൻസ്, കാരണം ഈക്വൽ വേരിയൻസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈക്വൽ വേരിയൻസ് കൊടുക്കുക. ഒന്നാമത്തെ റേഞ്ചിൽ എഗെയിൻ ഇത് ഓൾറെഡി ട്രൈ ചെയ്തതായതുകൊണ്ട് ഇത് ഗോ അപ്പ്. ക്യാൻ ജസ്റ്റ് ഡിലീറ്റ് എവറിത്തിങ് ആൻഡ് ഡു ഇറ്റ്. ആൽഫയും 0.05 എന്നൊന്നും തന്നിട്ടുണ്ടാവില്ല. യു വിൽ ഹാവ് ടു ഗീവ് ഇറ്റ് കേട്ടോ. ഇങ്ങനെ എം ടി ആയിരിക്കും നമ്മൾ ഈ സ്ക്രീൻ എടുക്കുന്ന സമയത്ത്. സോ ഐ എം ഗോയിങ് ഡൗൺ.
ഡേറ്റ എത്തി. അപ്പോൾ ഒന്നാമത്തെ ഡേറ്റ സെറ്റിനെ ചൂസ് ചെയ്തു, രണ്ടാമത്തെ ഡേറ്റ സെറ്റിനെ ചൂസ് ചെയ്തു. ഓക്കെ, ഹൈപ്പോത്തൈസ് മീൻ ഡിഫറൻസ് mu1 ഈക്വൽ ടു mu2 മീൻസ് mu1 മൈനസ് mu2 ഈക്വൽ ടു 0. അപ്പോൾ അത് 0 കൊടുത്തു. ലേബൽസ് ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. ആൽഫയ്ക്ക് 0.05 കൊടുത്തു. ഔട്ട്പുട്ട് റേഞ്ചിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഔട്ട്പുട്ട് റേഞ്ച് കൊടുത്തു. ഓക്കെ, സോ നോക്കി എന്താ ഔട്ട്പുട്ട് എന്ന്. കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടുന്ന ഏതൊക്കെയാണ്? നമുക്ക് വേണ്ടുന്ന ഈ രണ്ടെണ്ണം, 1-tailed p വാല്യൂ, 2-tailed p വാല്യൂ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് H0 mu1 ഈക്വൽ ടു mu2 ആയിരുന്നു. സപ്പോസ് എൻ്റെ H1 mu1 ഗ്രേറ്റർ ദാൻ mu2ഓ mu1 ലെസ് ദാൻ mu2 ആണെങ്കിൽ ഞാൻ ഈ p വാല്യൂ നോക്കണം. ഈ p വാല്യൂ ഉറപ്പായിട്ട് ആൽഫയെക്കാട്ടി കൂടുതലാണ്, അവിടെ H0 റിജക്റ്റഡ് ആണ്. അതല്ല, എൻ്റെ H1 mu1 നോട്ട് ഈക്വൽ ടു mu2 ആണെങ്കിൽ ഞാൻ നോക്കേണ്ടത് 2-tailed p വാല്യൂ ഇതാണ്. അതും ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഇവിടെ എന്താണ് ഹിയർ? p ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. സോ വാട്ട് ഈസ് യുവർ hypothesis? H0 is accepted. So that is your final conclusion. ഇനി എപ്പോഴാണ് നമ്മൾ അൺഈക്വൽ വേരിയൻസ് എടുക്കുന്നത്? സപ്പോസ് ഞാൻ ഇതേപോലൊരു ഡേറ്റ സെറ്റിന്, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡേറ്റ മാറ്റിയാൽ ഓട്ടോമാറ്റിക്കലി ഇത് മാറി വരും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇതിനെ ഞാൻ 125 നാക്കുന്നു, ഇതിനെ ഞാൻ 700 നാക്കുന്നു, ഇതിനെ ഞാൻ 358 നാക്കുന്നു, ഇതിനെ ഞാൻ 1790 നാക്കുന്നു. ഇനിയും നമുക്ക് ഒന്നും കൂടെ എഫ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. സെയിം എഫ് ടെസ്റ്റ് σ1 ഈക്വൽ ടു σ2 ചെക്ക് ചെയ്യാൻ പോവാണ്. എഫ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഡേറ്റ വാല്യൂസ് ഒക്കെ സെയിം തന്നെയാണെന്ന് തോന്നുന്നു ചൂസ് ചെയ്തേക്കുന്നത് അല്ലേ? കണ്ടില്ലേ, ഓൾറെഡി അത് ചോസൺ ആണ്. എല്ലാം കൊടുത്തു. ഔട്ട്പുട്ട് റേഞ്ച് നമുക്ക് മാത്രം മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ മുമ്പേ കിട്ടിയതിൻ്റെ മേലെ കയറി വരും. സോ ഔട്ട്പുട്ട് റേഞ്ച് ഞാൻ കുറച്ചുകൂടി താഴെ കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്തു ആൻഡ് ചെക്ക്. ഇവിടേക്ക് σ1 ഈക്വൽ ടു σ2നെ അത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ശരിക്കും വന്നില്ല. ഞാൻ വിചാരിച്ചത്ര വേരിയൻസ് വാല്യൂസ് വന്നില്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ വരികയോ ചെയ്തുള്ളൂ. വാട്ട് ഹാപ്പൻ? ഞാൻ കൊടുത്ത ഡേറ്റ് മാറിപ്പോയി. സോറി, ഇതിലാണ് കൊടുക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ആ ഡേറ്റ. ഇതിന് 900, ഇതിന് 2400, ഇതിന് 1700. ഇങ്ങനെ കൊടുത്തു നോക്കാം എന്ത് വരും, നമ്മുടെ മാറ്റം വന്നോ നോക്കാം. ഈ ഡേറ്റ ഡൈനാമിക് അല്ല, ഇത് മാറില്ല. ഒന്നുകൂടെ അതെടുത്ത് ചെയ്യേണ്ടി വരും. ഡേറ്റ അനാലിസിസ്, എഫ് ടെസ്റ്റ്, ഡേറ്റ വാല്യൂസ് ഒക്കെ ഓൾറെഡി ചോസൺ ആണ്. ഔട്ട്പുട്ട് റേഞ്ച് മാത്രം നമുക്ക് വേണമെങ്കിൽ മാറ്റി അതും കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഇങ്ങോട്ട് നോക്ക് പി വാല്യൂ എന്ത് സംഭവിച്ചു എന്ന്. പി വാല്യൂസ് എക്സ്ട്രീംലി സ്മോൾ എന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ ഇവിടെ നമ്മൾ ഈ എഫ് ടെസ്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തത് H0 σ1 ഈക്വൽ ടു σ2 ആയിരുന്നു. അതിൻ്റെ പി വാല്യൂ ഇപ്പോൾ ഒത്തിരി ചെറുതായി. എന്ന് വെച്ചാൽ യുവർ പി വാല്യൂ ഇസ് ആക്ച്വലി ലെസ് ദാൻ ആൽഫ, ഇംപ്ലൈസ് H0 ഇസ് റിജക്റ്റഡ്. അതായത് σ1 σ2 ഈക്വൽ അല്ല. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഏത് ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ യൂസ് ചെയ്യേണ്ടത് അൺഈക്വൽ വേരിയൻസസിൻ്റെ ടി ടെസ്റ്റ് ആണ്. അങ്ങനെ കിട്ടിയാൽ നമ്മൾ അൺഈക്വൽ വേരിയൻസസിൻ്റെ ടി ടെസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് അൺഈക്വൽ വേരിയൻസിൻ്റെ ടി ടെസ്റ്റ്. എക്സാക്ട്ലി സെയിം മെത്തേഡാണ്. വേരിയബിൾ 1, വേരിയബിൾ 2, ഇവിടെ 0, എക്സെട്ര എക്സെട്ര. സോ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്, രണ്ടാമത്തേത് ടെസ്റ്റ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. അതിൽ നമ്മൾ ഏതൊക്കെ ടെസ്റ്റാണ് നോക്കിയത്? ജസ്റ്റ് വി ആർ ഗോയിങ് ഇൻ ടു എ റീക്യാപ്പ്. ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്തു. ഇസഡ് ടെസ്റ്റ് എന്തിനുള്ളതായിരുന്നു? സപ്പോസ് σ1 σ2യുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഉള്ള സാമ്പിൾസ് ഭയങ്കര ഹ്യൂജ് ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇസഡ് ടെസ്റ്റിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരുന്നത്? വേരിയബിൾ 1ൻ്റെ വാല്യൂസ്, വേരിയബിൾ 2യുടെ വാല്യൂസ്, ഹൈപ്പോത്തൈസ്ഡ് മീൻ ഡിഫറൻസ് 0, വേരിയൻസ് ഓഫ് ദ ഫസ്റ്റ് പോപ്പുലേഷൻ, വേരിയൻസ് ഓഫ് ദ സെക്കൻഡ് പോപ്പുലേഷൻ. അപ്പോൾ ഡേറ്റയിൽ ഒത്തിരി വലിയ സാമ്പിളാണ്, പക്ഷേ വേരിയൻസസിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലെ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന പോലെ വി ഹാവ് ടു ഫൈൻഡ്
ദ വേരിയൻസ്. ഓക്കെ, വാറസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അത് വേണം ഇവിടെ കൊടുക്കാൻ. എന്നിട്ട് ഔട്ട്പുട്ട് റേഞ്ച് കൊടുത്താൽ പി വാല്യൂ കിട്ടും. അപ്പോൾ അതായിരുന്നു ഇസഡ് ടെസ്റ്റ്. പിന്നീട് വന്നത് നമ്മൾ 2 ടി ടെസ്റ്റ് ആണ് ട്രൈ ചെയ്തത്. ഒന്ന് ഈക്വൽ വേരിയൻസും അൺഈക്വൽ വേരിയൻസും. അവിടെ ഇത്രയേ ഉള്ളൂ. ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് H0 μ1 ഈക്വൽ ടു μ2 എന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനാണ്. നമ്മളുടെ ഒറിജിനൽ ഉദ്ദേശം എന്ന് പറയുന്നത് H0 μ1 ഈക്വൽ ടു μ2 എന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ യൂസ് ചെയ്യേണ്ട ടി ടെസ്റ്റിൽ ഈക്വൽ വേരിയൻസ് ഉള്ളതാണോ അൺഈക്വൽ വേരിയൻസ് ഉള്ളതാണോ യൂസ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് H0 σ1 ഈക്വൽ ടു σ2 എന്ന ഹൈപ്പോത്തസിസിനെ എഫ് ടെസ്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് ഈ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യാണ് എന്നാണ് കൺക്ലൂഷൻ വന്നതെങ്കിൽ ഈക്വൽ വേരിയൻസിൻ്റെ ടി ടെസ്റ്റ് ആണ് പിന്നെ ചെയ്യേണ്ടത്. അതല്ല ഇതിനെ റിജക്റ്റ് ചെയ്യാണ് എന്നാണ് വന്നതെങ്കിൽ അൺഈക്വൽ വേരിയൻസിൻ്റെ ടി ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ഒരു ടെസ്റ്റിംഗ് ഓഫ് ടി ടെസ്റ്റോട് ബാക്കിയുണ്ട്, പെയർഡ്. വി വിൽ സീ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. So hope you guys understood what I was trying to convey. So thank you guys for watching. Try to practice as much as possible. See you in the next class. Bye.